നമസ്തേ പ്രിയമുള്ള പ്രേക്ഷകരെ, ഒരു പുത്തൻ ദിനത്തിൻ്റെ ആരംഭമാകുന്നു നിങ്ങളുടെ നാളെയിൽ നാം ചർച്ച ചെയ്യുന്നു. നാളെ കേരളപ്പിറവി ദിനമാണ്. 1/11/2025 ആണ് നമ്മുടെ കേരളം പിറന്നത്. നാളെ 1201 തുലാമാസം 15-ാം തീയതിയാകുന്നു. ശനിവാരമാണ്, ശനിയാഴ്ച. നാളെ സൂര്യോദയം കാലത്ത് തൃശ്ശൂരിൽ 6:19, അസ്തമയം വൈകിട്ട് 5:57 പിന്നെ പ്രധാനപ്പെട്ട ഒരു കാര്യം, നാളെ ശനിയാഴ്ചത്തെ രാഹുകാലം നിങ്ങൾക്കറിയാം. കാലത്ത് 9 മുതൽ 10:30 വരെയുള്ള സമയമാണ് രാഹുകാലം. ശുഭകാര്യങ്ങളൊന്നും തന്നെ നാം രാഹുകാലത്ത് അനുഷ്ഠിക്കാറില്ല. നക്ഷത്രം അതിശക്തമായ സാന്നിധ്യമുള്ള ചതയ നക്ഷത്രമാകുന്നു. ശതഭിഷക് എന്നാണ് ചതയ നക്ഷത്രത്തിന് പറയുക. ശതഭിഷക് 100 നക്ഷത്രങ്ങളുടെ കൂട്ടമാണ് ചതയൻ നക്ഷത്രം. അതുകൊണ്ടാണ് ചതയൻ നക്ഷത്രക്കാർക്ക് ഇത്രയധികം ആത്മപ്രഭാവമൊക്കെ ഉള്ളത്. നാം അറിയുന്ന ഏറ്റവും നല്ല ചതയ നക്ഷത്രത്തിൽ ജനിച്ച 2 മഹാവ്യക്തികൾ അല്ലെങ്കിൽ മഹത് വ്യക്തികളാകുന്നു ശ്രീനാരായണ ഗുരു, അപ്രകാരം തന്നെ നമ്മുടെ പഴയ മുഖ്യമന്ത്രി സഖാവ് E.K. നായനാർ. നാളത്തെ തിഥിയും 9 മണി വരെ വെളുത്തപക്ഷത്തിലെ ദശമി തിഥിയാണ്. 9 മണി കഴിഞ്ഞാൽ അതിശക്തമായ ഏകാദശി തിഥിയാണ്. ഗുരുവായൂർ ഏകാദശി എൻ്റെ പ്രിയപ്പെട്ട പ്രേക്ഷകർ കേട്ടിരിക്കും. അപ്രകാരം വൈകുണ്ഠ ഏകാദശി. അവിടെയൊക്കെ കറുത്തപക്ഷത്തിലുള്ള 11-ാം തിഥിയാണ് ഏകാദശി. എന്നാൽ 11-ാമത്തെ തിഥിക്കാണ് പ്രാധാന്യം. അത് കറുത്തപക്ഷത്തിലുള്ള ഏകാദശിയാണ്. ഇവിടെ നമ്മുടെ മുന്നിൽ വരുന്നത് വെളുത്തപക്ഷത്തിലുള്ള ഏകാദശിയാണെന്ന് അറിയുക. നാളെ ശുഭയാത്രകൾക്കും മറ്റ് തീരുമാനങ്ങൾക്കും കാലത്ത് 7:20 മുതൽ 8:30 വരെയുള്ള സമയം വളരെ അനുകൂലമാണ്. അപ്രകാരം എൻ്റെ പ്രിയപ്പെട്ട പ്രേക്ഷകർക്ക് നാളെ 10:30 മുതൽ കാലത്ത് 11:15 വരെയുള്ള സമയവും രാഹുകാലം കഴിഞ്ഞുള്ള സമയമാണ്. 10:30 കഴിഞ്ഞാൽ അപ്രകാരം തന്നെ ഒരു പ്രയാസവുമില്ലാതെ ഉച്ചയ്ക്ക് 1:30 മുതൽ 2 മണി വരെയുള്ള സമയവും എല്ലാ ശുഭകാര്യങ്ങൾക്കും വിനിയോഗിക്കാം. കാരണം നാളെ കഴിഞ്ഞാൽ മറ്റന്നാൾ പുരൂരുട്ടാതി നക്ഷത്രമാണ്. ശുഭകാര്യങ്ങൾക്ക് നാം സ്വീകരിക്കാത്ത നക്ഷത്രമാണ്. അതിനാൽ എല്ലാ വിഷയങ്ങൾക്കും ചതയ നക്ഷത്രം അനുകൂലമാണ്. നാളത്തെ നിങ്ങളുടെ പ്രാർത്ഥന പ്രധാനമായും ചതയ നക്ഷത്രത്തിൻ്റെ ആധിപത്യമുള്ള ഗ്രഹം നാഗദേവതകളാകുന്നു. അതിനാൽ നിങ്ങൾക്ക് എൻ്റെ പ്രിയപ്പെട്ട പ്രേക്ഷകർക്ക് നാളെ സർപ്പപ്രീതി ചെയ്യാം. ഓം രാഹവേ നമഃ, ഓം കേതവേ നമഃ എന്ന മന്ത്രവും, അപ്രകാരം തന്നെ സർപ്പക്ഷേത്രത്തിൽ ആയില്യപൂജ അല്ലെങ്കിൽ സർപ്പബലി, കേരളത്തിന് വെളിയിലുള്ള എൻ്റെ പ്രിയപ്പെട്ട പ്രേക്ഷകർക്ക് നവഗ്രഹത്തിൽ രാഹുകേതു അർച്ചനയും വഴിപാടായി സമർപ്പിക്കാവുന്നതാണ്. മറ്റൊരു പ്രധാനപ്പെട്ട വിഷയം, ചതയ നക്ഷത്രം കുംഭം രാശിയാണ്. ഇപ്പോൾ 7 ശനിയുടെ അവസാനത്തെ 2.5 വർഷം ബാക്കിയുണ്ട് കുംഭൻ രാശിക്കാർക്ക്. അതിനാൽ ഓം ശം ശനീശ്വരായ നമഃ എന്ന പ്രാർത്ഥനയും, അപ്രകാരം തന്നെ ശനീശ്വരനെ നാളെ നിങ്ങൾക്ക് ശനിയാഴ്ചയാണ്, കാലത്ത് നെയ്വിളക്കും സമർപ്പിക്കാൻ പറ്റുന്ന ദിവസമാണ്. എല്ലാം ശുഭമായി ഭവിക്കട്ടെ നിങ്ങളുടെ നാളെയിൽ എന്ന് പ്രാർത്ഥിക്കുന്നു. നന്ദി, നമസ്കാരം.